ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനൊക്കത്തില്ല, 2 ദിവസത്തെ വീഡിയോ ആണ്. ബിക്കോസ് ഒരു 2 ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. അതായത് ഫാമിലിയിലെ ഒരു ബിഗ് ഇവൻറ്റ്, അതായത് നമ്മുടെ ഓണം വിഷു ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ബിഗ് ഇവൻ്റാണ്. അതായത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ പൂജ. സോ ആ ദിവസം എല്ലാവരും വരും. എല്ലാ വർഷവും ഒരു ദിവസമാണ്, ഇത്തവണ 2 ദിവസമുണ്ട്. അപ്പം ലെറ്റ്സ് സീ ദ വീഡിയോ. ഞങ്ങൾ കുടുംബത്ത് വന്നിട്ടുണ്ട്. സോ ആരും ഇതുവരെ വന്നില്ല, എല്ലാവരും ജോലിക്കൊക്കെ പോയേക്കുക. സോ ഞാൻ അമ്പലം കാണിച്ചു തരാവേ. ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ തന്നെ നമുക്ക് അമ്പലം കാണാൻ പറ്റും. ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലാണ്, കുടുംബത്തിന് നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ കുടുംബക്ഷേത്രം. നേരെ ഫ്രണ്ടിലായി ഞാൻ വീഡിയോ കാണിച്ചു തരാം. സമയം ഒരു 10 മണി പോലും ആയില്ല, അപ്പോഴത്തേക്ക് ഭയങ്കര വെയിലാണ്. വീട്ടിൽ നിന്ന് ഒത്തിരി നടക്കാൻ പോലും ഇല്ല, എന്നാലും ആ വെയിൽ സഹിക്കാൻ തന്നെ പറ്റണില്ല. ഈ കാണുന്നതൊക്കെ മുക്കാഭാവം ഇപ്പം പണി കഴിപ്പിച്ചതാണ്. ഫ്രണ്ടിലുള്ള ആർച്ചും ഊട്ടുപുരയും എല്ലാ സ്ഥലവും ഈ ഇടയ്ക്ക് പണിതതാണ്. അമ്പലം നേരത്തെ ഉള്ളത് അറൗണ്ട് ഒരു 2001 നമ്മൾ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു കുറേ മാറ്റം വരുത്തി. അതുകൊണ്ടാണ് ഇത്തവണ 2 ദിവസമായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് വന്ന് ചേട്ടൻ റൂമിലെ കണ്ണാടി, അതൊരു വലിയ കണ്ണാടിയാണ്, അതിൻ്റെ മുന്നിൽ കുറേ സ്നാപ്പ് എടുത്ത് കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം ചുമ്മാ ഉറങ്ങി എണീറ്റ് വന്നപ്പോഴത്തേക്ക് അമ്പലത്തിലെ മെയിൻ പ്രോഗ്രാം ഇന്നത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് പണിഞ്ഞ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും അതിൻ്റെ പാലുകാച്ചലും അടുക്കള ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ അഷ്ടമംഗലം പിടിച്ച് നിൽക്കുന്ന എൻ്റെ വല്യമ്മ. പക്ഷേ അതിൽ ഒരുപാട് നേരം എനിക്ക് നിൽക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് നാളെ ഇടുന്ന ഡ്രസ്സ് എനിക്ക് ഇന്നാണ് കിട്ടുന്നത്. 5 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. മഴക്കോളായതുകൊണ്ട് ഓട്ടോയിൽ തന്നെ തിരിച്ചു വന്നിട്ട് ചേച്ചിയുടെ കുഞ്ഞായിട്ട് കുറച്ച് നേരം കളിച്ചു. പിന്നെ ദീപാരാധനയായിരുന്നു. അതിനുശേഷം ഒരു മഹത് വ്യക്തിയുടെ പ്രഭാഷണവും പിന്നെ ഫാമിലിയിലെ കുഞ്ഞുങ്ങളുടെ തന്നെ ഒരു സംഗീത സദസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല, കാരണം പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് തന്നെ പൊങ്കാലയ്ക്ക് പോകേണ്ടതുകൊണ്ട് നേരത്തെ ഇറങ്ങി. നേരത്തെ വന്നിട്ടും കാര്യമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇത്രയും പരിപാടി ചെയ്യണം, ഇതൊക്കെ അടുക്കി ഒതുക്കിയിട്ട് വേണം നമുക്കുറങ്ങാൻ. ആ പൂമാല കെട്ടിയത് ഞാനാണ് കേട്ടോ. ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. പൊങ്കാല കലത്തി കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ടൈം 4 മണിയൊക്കെ ആയതേ ഉള്ളൂ. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് കുറേ പരിപാടികൾ ചെയ്ത് തീർക്കാറുണ്ട്. സോ വീഡിയോയിലേക്ക് പോവാം. ഈ ഡ്രസ്സാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. രാവിലത്തെ ഇന്നലെ വൈകിട്ട് നമ്മൾ പോയി എടുത്തില്ലേ, സ്റ്റിച്ച് ചെയ്ത് വാങ്ങിയ ഡ്രസ്സ് ഇതാണ്. അറ്റ് ഫൈനൽ നമ്മൾ റെഡിയായി. നമ്മളൊരു 5:45 ആയപ്പോഴത്തേക്ക് ഇറങ്ങി. കൊതുമ്പും മറ്റു സാധനവും നമ്മൾ കൊണ്ടുപോകണം. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പൊങ്കാല കഴിഞ്ഞു. ആഹാരം കഴിച്ചിട്ട് നേരെ കാവിൽ പൂജ ഉണ്ടായിരുന്നു, അവിടെ പോയി. കാവിൽ കുറേ നേരം പൂജ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വീട്ടിൽ തന്നെ വന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഉച്ചയ്ക്ക് നല്ല സദ്യ ഉണ്ടായിരുന്നു. സദ്യ കഴിഞ്ഞ് നമുക്ക് ഈവനിങ് അമ്പലത്തിൽ സേവ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കസിൻ ചേട്ടന്മാർ 2 പേരെ സ്പോൺസർ ചെയ്തിട്ടുള്ള ആകാശക്കാഴ്ച ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മഴയായതുകൊണ്ട് നല്ല ടെൻഷനായിരുന്നു അവർ രണ്ടും. പക്ഷെ നല്ല രീതിക്ക് ആ ഒരു ആകാശക്കാഴ്ച അവർക്ക് സ്പോൺസർ ചെയ്ത് നല്ലോണം ആ പരിപാടി നടത്താൻ പറ്റി. ഇതാട്ടോ എൻ്റെ അമ്മയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ പാട്ട് കേട്ടിട്ട് അത് ആസ്വദിച്ച് അതും കൊട്ടി അതും കേട്ടിരിക്കുകയാണ്. പിന്നെ അത്രേ ഉള്ളായിരുന്നു പ്രോഗ്രാം. പിന്നെ വീട്ടിൽ കുടുംബത്ത് വന്നിട്ട് ചേട്ടനൊരു പട്ടിയുണ്ട്, ഓറിയോ, അവന് ആഹാരം കൊടുക്കുന്നതും കണ്ട് കുറേ നേരം ഇങ്ങനെ കണ്ടു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.